പാലക്കാട് ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിൽ വയോധികനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. പ്രതിയുടെ നിന്ന് സംശയിക്കുന്ന ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഷാരിഖ് നവാസ് പാലക്കാട് ചെന്നു. ഷാരിഖ്, കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തൊക്കെയും സൂചന ഈ ഘട്ടം വരെ ലഭിച്ചിട്ടുണ്ടോ പ്രതിയെക്കുറിച്ച്? സുഹൈൽ, രാവിലെ തന്നെ, അതായത് ഈ മൃതദേഹം ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിനകത്ത് കണ്ടെത്തിയ സംഭവം ഉടനെ തന്നെ പോലീസ് ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. കാരണം ഈ അജ്ഞാത വയോധികന്റെ മൃതദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിലാണ് ബസ് സ്റ്റാൻഡിനകത്ത് കണ്ടെത്തിയത്. ഇയാളുടെ തലയിൽ, അതായത് കല്ലുകൊണ്ട് ഇടിച്ച പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. കല്ലുകൊണ്ട് ഇടിച്ച മുറിവുകൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇത് സ്വാഭാവിക മരണമല്ലെന്നും അസ്വാഭാവികതയുണ്ടെന്നും ദുരൂഹ സാഹചര്യം ഉണ്ടെന്നും പോലീസ് കണ്ടെത്തുന്നതും ഇത് കൊലപാതകമാണെന്നും പോലീസ് രാവിലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യം നടത്തിയ ആളെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോയും വിവരങ്ങളാണ് ഇപ്പോൾ ഒറ്റപ്പാലം പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്തു. ഈ അജ്ഞാത വയോധികന്റെ കൂടെ നടക്കുന്ന സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇവർക്ക് ഈ കൃത്യവുമായി പങ്കില്ലെന്ന് കണ്ട് ഇവരെ വിട്ടയച്ചു. ഇപ്പോൾ പോലീസ് പുറത്തുവിട്ട ചിത്രം ഉള്ള ആളെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാളെ പോലീസ് ഒറ്റപ്പാലത്തെ ബസ് സ്റ്റാൻഡിലാണ് വയോധികനെ രാവിലെ മരിച്ചതിൽ കണ്ടെത്തിയത്. തലയിലൊക്കെ പാടുള്ളത് കൊണ്ട് കൊലപാതകമാണ് സ്ഥിരീകരിച്ചാണ് അന്വേഷണം. പ്രതിന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.